ഇന്ന് നടന്ന ഇന്റർ മയാമി നാഷ്വില്ലെ പോരാട്ടത്തിൽ 2-2 സമനിലയിലാണ് മത്സരം പിരിഞ്ഞത്. മിയാമി തോൽവിയിലേക്ക് പോകുമെന്നുറപ്പായ നിമിഷത്തിലാണ് സൂപ്പർ താരങ്ങളായ മെസ്സിയും സുവാരസും ഗോളടിച്ച് മിയാമിയെ തോൽക്കാതെ മത്സരത്തിലേക്ക് തിരികെ എത്തിയത്. കോൺകകാഫിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരമായതിനാൽ തന്നെ ഇനിയുള്ള അടുത്ത മത്സരത്തിൽ ഇന്റർ മയാമിക്ക് എവേ ഗോൾ വലിയൊരു ആനുകൂല്യമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുവാരസിന്റെ അസിസ്റ്റിൽ മെസ്സി 52-ാം മിനിറ്റിലാണ് ടീമിനെ ഗോളുമായി മത്സരത്തിലേക്ക് തിരികെ എത്തിപ്പിക്കുന്നത്. ബോക്സിന് പുറത്തു നിന്നുള്ള ഇടങ്കാലൻ ഷോട്ടാണ് ഗോളായി മാറിയത്. മത്സരത്തിന്റെ അവസാന നിമിഷം സുവാരസിന്റെ അതിമനോഹരമായ ഹെഡർ ഗോളോടുകൂടി മിയാമി മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. എന്നാൽ മത്സരത്തിനിടെ ലിയണൽ മെസ്സിക്ക് മാരകമായ രീതിയിൽ ഒരു ഫൗളിനെ നേരിടേണ്ടി വന്നു. ലെക്ക് എന്ന അക്ഷരം കൊണ്ട് മാത്രമായിരിക്കണം മെസ്സി രക്ഷപ്പെട്ടത്. മുട്ടിന് ഡിസോർഡർ വരെ സംഭവിക്കാവുന്ന അതിമാരകമായ രീതിയിലുള്ള ഫൗളാണ് മെസ്സി കേൾക്കേണ്ടി വന്നിരുന്നത്. എതിർതാരം പന്ത് ക്ലിയർ ചെയ്യുന്നതിനിടെ ലിയണൽ മെസ്സി താരത്തിലേക്ക് അടുത്തപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. താരത്തിന് കൂടുതൽ പരിക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് മത്സരം സൂപ്പർ താരമായ മെസ്സി തുടരുകയാണ് ചെയ്തത്. ഏതായാലും കഴിഞ്ഞ സീസണിൽ തന്നെ പരിക്കു കാരണം മെസ്സിക്ക് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ലിയണൽ മെസ്സി ഇന്നുകൂടി ഗോൾ സ്കോർ ചെയ്തതോടുകൂടി ഈ സീസണിൽ കളിച്ച 4 മത്സരങ്ങളിൽ മെസ്സി 4 ഗോളാണ് സ്കോർ ചെയ്തത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.